ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കാവേരി പറയുകയാണ്, എന്തൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ആരുടെ മുന്നിൽ തല കുലിക്കാനും ആരുടെ മുന്നിൽ ഇറക്കാനും ഒന്നും പോകരുത് എന്നൊക്കെ പറഞ്ഞ് യമുനയെ മനസ്സിലാക്കിക്കുകയാണ്. എന്തൊക്കെ വന്നിട്ടുണ്ടെങ്കിലും നമുക്ക് ആ വീട് തിരിച്ചെടുക്കണം എന്ന് തന്നെ പറയാൻ കേട്ടോ. അപ്പോൾ ഈ ഗംഗ പറയുന്നുണ്ട്, ഇന്ന് തന്നെ നമുക്ക് അതിന് സാധിക്കണം എന്ന് പറയാം. അപ്പോൾ ഇന്ന് തന്നെ അതെങ്ങനെ ചേച്ചി, ആ പൈസ മുഴുവൻ തിരിച്ചു കൊടുത്ത് നമുക്ക് ആ വീട് പിടിക്കാം എന്ന് പറയാൻ കേട്ടോ. അതെങ്ങനെയാണെന്ന് പറയണേന്ന് ചോദിക്കുമ്പോൾ, ആർക്ക് വേണ്ടാത്ത കുറേ പൊന്നിരിപ്പുണ്ടല്ലോ, അത് നമുക്ക് പണയം വെക്കാം ആ ബാങ്കിൽ തന്നെ എന്ന് പറയും. അത് ചേച്ചിക്ക് വേറൊരു കല്യാണം വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ഒന്നുമില്ല, വേണ്ട, എനിക്കിനി വേണ്ട, എൻ്റെ പൊന്നുണ്ടെങ്കിൽ കല്യാണം നടക്കുമോ, അങ്ങനെയാണെങ്കിൽ പിന്നെ ഞാനിവിടെ നിൽക്കുമോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ ഗംഗ. എനിക്ക് എന്തായാലും ഇനിയിപ്പോൾ കല്യാണം അങ്ങനെയുള്ള സ്വപ്നങ്ങളൊന്നുമില്ല, എന്തായാലും നമുക്ക് അത് പണയം വെച്ച് നമുക്ക് ഇന്ന് തന്നെ വീട് തിരിച്ചെടുക്കണം എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ 3 പേരും കൂടെ കൈ കൊടുത്ത് അതിന് തീരുമാനം എടുക്കുകയാണേ. ഇതേ സമയം ബാങ്ക് മാനേജറുടെ അടുത്ത് നരേൻ വന്നിട്ട് തൻ്റെ പേരുള്ള FD അക്കൗണ്ട് മുഴുവനും റിലീസ് ചെയ്യാൻ പറയാണ് കേട്ടോ. അപ്പോൾ മാനേജറാണെന്നുണ്ടെങ്കിൽ നരേൻ്റെ കാല് പിടിക്കുന്നത് പോലെ സംസാരിക്കുകയാണ്. സാറിൻ്റെ FD അക്കൗണ്ടിനെ ആശ്രയിച്ചാണ് ഈ ബാങ്കിൻ്റെ നിലനിൽപ്പ് തന്നെ, സാറത് പിൻവലിക്കണം എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ച് വലിയൊരു പ്രശ്നമാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് സാർ അത് ഒന്നും കൂടി ആലോചിക്കണം. പുതിയ ഡെപ്പോസിറ്റിൻ്റെ മറ്റേ വിവരങ്ങൾ, ഇൻട്രസ്റ്റിൻ്റെ വിവരങ്ങളൊക്കെ പറഞ്ഞു തരാം എന്നൊക്കെ പറയാണ് കേട്ടോ. അപ്പോൾ നരേൻ പറയുന്നുണ്ട്, 10 മിനിറ്റുള്ളിൽ എൻ്റെ FD അക്കൗണ്ട് മുഴുവനും എനിക്ക് പിൻവലിക്കണം എന്ന് പറയാൻ കേട്ടോ. അവസാനം നരേൻ പറയും, അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ മാനേജർ സ്ഥാനം ഞാൻ തെറിപ്പിക്കുമെന്ന് പറയാനേ. അങ്ങനെ ശരി, 5 മിനിറ്റിനുള്ളിൽ ശരിയാക്കി തരാമെന്ന് പറയാനേ. ഇതേ സമയം കാവേരിയും ഗംഗയും കൂടിയിട്ട് സ്വർണ്ണങ്ങൾ പണയം വയ്ക്കുകയാണ്. 29,20,000 രൂപ മാത്രമേ വരുള്ളൂ. ഇപ്പോൾ നല്ല സ്വർണ്ണത്തിന് നല്ല വിലയുണ്ടല്ലോ, എന്നിട്ട് നിങ്ങൾ എന്താ ഇത്ര കുറച്ച് തരുന്നൊക്കെ കാവേരി വാദിക്കുന്നുണ്ട്. പക്ഷേ ഇത്രയും കിട്ടുള്ളൂ എന്ന് അയാൾ പറയുകയാണ്. അവസാനം ഗംഗയുടെ കയ്യിൽ ഒരു ഗോൾഡും കൂടി ഉണ്ടായി, നെറ്റിച്ചുട്ടി, അത് കൊടുക്കാൻ കേട്ടോ. എന്നിട്ട് പഴയ കാര്യം ഓർക്കാണ്, അത് അരവിന്ദൻ സ്നേഹത്തോട് കൂടിയിട്ട് വാങ്ങിച്ചു കൊടുത്തായിരുന്നു നെറ്റിച്ചുട്ടി, അതും കൂടി പണയം വെക്കാം എന്ന് പറഞ്ഞിട്ട് കാവേരിയുടെ കയ്യിൽ എടുത്തു കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ആ ഒരു ഭാഗങ്ങളൊക്കെ വീണ്ടും ഗംഗ അവിടെ നിന്ന് ആലോചിക്കുന്നുണ്ട്. അപ്പോൾ കാവേരി പറയാണ്, വേണ്ട ചേച്ചി, ഇത് അച്ഛൻ ഒരുപാട് ഇഷ്ടത്തോടു കൂടി വാങ്ങി തന്നതല്ലേ. അപ്പോൾ പറയുന്നുണ്ട്, ഇതല്ലല്ലോ ഇപ്പോൾ മോളെ, ഇത് പ്രധാനം, നമുക്ക് വീട് തിരിച്ചെടുക്കാമെന്നല്ലേ എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഞെട്ടിച്ചുട്ടി കൂടിയിട്ട് കൊണ്ടു കൊടുക്കുകയാണേ. അങ്ങനെ അതും കൂടെ നോക്കുമ്പോൾ ശരിക്കും കറക്റ്റ് ആയി, ഇത് 75,000 രൂപ കിട്ടും. അപ്പോൾ ശരിക്കും കറക്റ്റ് 30 ലക്ഷം രൂപയോളം ആയി എന്ന് പറയുമ്പോൾ, ഇനി ഞങ്ങൾക്ക് ഞങ്ങളുടെ വീട് തിരിച്ചു കൊടുത്തെന്ന് ചോദിക്കുമ്പോൾ അതിനെന്താ എന്ന് പറഞ്ഞ് ഞാൻ മാനേജറെ അടുത്ത് പോയിട്ട് വരാമെന്ന് പറയുകയാണേ. ഇതേ സമയം വീണ്ടും മാനേജർ നരേൻ്റെ കാല് പിടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ലാസ്റ്റ് നരേൻ അതിന് സമ്മതിച്ചു എന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. FD അക്കൗണ്ട് മുഴുവനും പിൻവലിച്ചിട്ട് സാറിന് ഇപ്പോൾ തൽക്കാലം കാര്യങ്ങളൊന്നും ഇല്ലയെന്ന് എനിക്കറിയാമെന്നൊക്കെ മാനേജർ പറയുന്നുണ്ട്. ഈ സമയത്ത് മറ്റേ ബാങ്കിലെ സ്റ്റാഫ് വന്നിട്ട് കാവേരിയും ഗംഗയും കൂടെ ആയിട്ട് ഈ സ്വർണം പണയം വെച്ചതും 3 ലക്ഷം രൂപ കൊടുത്തതൊക്കെ പറയുകയാണ് കേട്ടോ. അപ്പോൾ അയാൾക്ക് ദേഷ്യം വരികയാണ്, താൻ എന്തിനാണ് അങ്ങനെ വാക്ക് കൊടുത്തത്, താൻ എന്തായാലും ഞാൻ പറയണത് പോലെ പറയുന്നു പറഞ്ഞിട്ട് എന്തൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ നരേൻ അവിടെ ഇരുന്ന് കേൾക്കുന്നുണ്ട്. അപ്പോൾ നരേൻ ചോദിക്കുന്നത്, ഇതെന്താ പ്രശ്നം എന്ന് ചോദിക്കണേ. അതൊന്നും സാറില്ല സാറേ എന്ന് പറയട്ടോ. എന്നിട്ട് സാറ് എന്ത് തീരുമാനിച്ചു, കാല് പിടിക്കുക സാറേ, പ്ലീസ് സാറേ പിൻവലിക്കരുതെന്ന് പറയുമ്പോൾ, ഓ ശരി, ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങുകയാണേ. പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്താണ് കാവിനോടും ഗംഗനോടും അയാൾ പറയുന്നത്, പൈസ വീട് തിരിച്ചെടുക്കാനായിട്ട് ഇപ്പോൾ പറ്റൂല എന്ന് പറയാം കേട്ടോ. അതെന്ത് ന്യായമാണ് പറയുന്നത്, 30 ലക്ഷം രൂപ തന്നിട്ടും ഞങ്ങൾക്ക് ഞങ്ങളുടെ വീട് തിരിച്ചു തരില്ലാന്ന്, ഞങ്ങളുടെ അച്ഛൻ മരിച്ച് കെട്ടടങ്ങും മുമ്പേ നിങ്ങൾ ഞങ്ങളെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടതല്ലേ, എന്നിട്ട് ഇപ്പോൾ ഞങ്ങൾ പൈസ കൊണ്ട് തന്നിട്ടും നിങ്ങൾ ആ വീട് തിരിച്ച് തരില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്, തരില്ല എന്നല്ലല്ലോ പറഞ്ഞത്, പേപ്പർ വർക്കൊക്കെ തീർക്കാനായിട്ട് 2 ദിവസം വേണമെന്നല്ലേ പറഞ്ഞതെന്ന് പറയാം കേട്ടോ. 2 ദിവസം പോയിട്ട് ഒരു നിമിഷം പോലും ഞങ്ങൾക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല, ഇന്ന് തന്നെ ഞങ്ങൾക്ക് ആ വീടിൻ്റെ താക്കോല് കിട്ടണം എന്നൊക്കെ പറഞ്ഞിട്ട് വാശി പിടിക്കുകയാണ് ഗംഗയും കാവേരി. ഇതൊക്കെ നരേൻ കേൾക്കുമ്പോൾ നരേൻ അകത്തേക്ക് നോക്കിയിട്ട് മാനേജറെ വിളിക്കാൻ കേട്ടോ. എന്താ സാറേന്ന് ചോദിച്ചിട്ട് അയാൾ വരി, അവിടെ എന്താ പ്രശ്നം എന്ന് പറയാനായിട്ട്, ഓ അതൊരു ഡിസ്റ്റർബൻസ് ആണ് സാറേ, അവരുടെ വീട് നിങ്ങൾ പിടിച്ചെടുത്തോ, അത് പിടിച്ചെടുത്തു, അവരുടെ അച്ഛൻ മരിച്ചോ, അച്ഛൻ മരിച്ചു എന്ന് വെച്ചിട്ട് ബാങ്കിൻ്റെ കാര്യങ്ങളൊന്നും പ്രൊസീജിയേഴ്സൊന്നും അതുപോലെ തന്നെ നടത്താതിരിക്കാൻ ഞങ്ങൾക്ക് പറ്റില്ലല്ലോ എന്ന് പറയാൻ കേട്ടോ. അന്നേരം നരേനും കാര്യങ്ങൾ മനസ്സിലാവണം. അപ്പോൾ നരേൻ പറയും, ഇന്ന് രാത്രി തുടങ്ങിയിട്ട് അവർ ആ വീട്ടിൽ കിടന്നുറങ്ങണം, മനസ്സിലായോ എന്ന് പറയാൻ കേട്ടോ. അതല്ല എന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ FD അക്കൗണ്ട് പിൻവലിക്കുന്നില്ല എന്ന്, ആ തീരുമാനം ഞാൻ മാറ്റും, അതെന്നെ കൊണ്ട് മാറ്റിക്കണം. വേണ്ട സാർ എന്ന് പറയും കേട്ടോ. എന്നാൽ ശരി, അവർക്ക് അവരുടെ വീട് തിരിച്ചു കൊടുത്തേക്ക് എന്ന് പറയൂ. ഇത് വേറൊരാൾ അവിടെ നിന്ന് കേൾക്കുന്നുണ്ടാവും കേട്ടോ, ഇങ്ങനെ ഇവർ തമ്മിൽ സംസാരിക്കുന്നത്. അങ്ങനെ സംസാരിച്ചിട്ട്
നരേനോട് ചോദിക്കുകയാണ് മാനേജർ, ഒരു ബന്ധമില്ലാത്ത അവർക്ക് വേണ്ടി സാർ എന്തിനാണ് വാദിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ എനിക്കും ഒരു അച്ഛനുണ്ടായി പോയി അതുകൊണ്ടെന്ന് പറഞ്ഞിട്ട് നരേൻ അവരെ അടുത്തുനിന്ന് അങ്ങനെ പോകുകയാണ്. അതിനുശേഷം മാനേജർ വരികയാണ്. അപ്പോൾ മാനേജർ വന്നിട്ട് അതുവരെയും പറഞ്ഞതുപോലെയല്ല, എടോ താൻ എന്തിനാണ് വീട് കൊടുക്കാൻ 2 ദിവസം വേണമെന്നൊക്കെ പറയുന്നത്, അതിനൊന്നും ആവശ്യമില്ല, ഇന്ന് തന്നെ താക്കോൽ കൊടുത്തേക്ക്. അവർ പോയി ഇന്ന് തുടങ്ങി ആ വീട്ടിൽ താമസിച്ചോട്ടെ, ബാക്കിയുള്ള പേപ്പർ വർക്കൊക്കെ അതിൻ്റേതായ സമയത്ത് നടന്നോളും, നിങ്ങൾ ഇന്ന് തന്നെ ആ വീട്ടിലേക്ക് മാറിക്കോളാൻ പറയാം കേട്ടോ. അപ്പോൾ കാവേരി ഇങ്ങനെ ആലോചിക്കണേ, ഇതെന്ത് മാജിക്ക്, ഇത്രയും നേരം തരില്ല എന്നല്ലേ പറഞ്ഞത്, ഇപ്പം എന്താ അങ്ങനെ, എന്തായാലും നന്ദി പറയണം, ദൈവത്തെ പോലെ നമുക്ക് അയാളോട് നന്ദി പറയണം എന്ന് പറയാൻ കേട്ടോ ബാങ്ക് മാനേജറോട്. അവർ അങ്ങനെ പറയാൻ പോകുമ്പോഴേക്കും മറ്റേ നരേൻ ബാങ്ക് മാനേജറും കൂടെ സംസാരിക്കുന്നത് കണ്ടു നിന്ന ഒരാൾ പറയാണ്, അതെ ബാങ്ക് മാനേജറോടല്ല നന്ദി പറയേണ്ടത്, ഇവിടെ ഒരു ചെറുപ്പക്കാരൻ ഇരിക്കുന്നുണ്ടായിരുന്നു, ആ ചെറുപ്പക്കാരനാണ് നിങ്ങളെ ആ നിങ്ങൾക്ക് ആ വീട് തിരിച്ചു തരണമെന്ന് പറഞ്ഞതെന്ന് പറയാൻ കേട്ടോ. ആണോ, എന്നിട്ട് ആ ചെറുപ്പക്കാരൻ എങ്ങോട്ട് പോയി, അങ്ങോട്ട് പോയി എന്ന് പറയുമ്പോഴേക്കും കാവേരി പിന്നിൽ കൂടെ ഓടുന്നുണ്ട്. കാവേരി പിന്നിൽ കൂടെ ഓടുന്നുണ്ടെങ്കിൽ നരേനല്ല വേറൊരാളെയാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ സോറ് പറഞ്ഞ് തിരിച്ചിങ്ങോട്ട് വരികയാണേ. പിന്നെ അവർ 2 പേരും കൂടി വീട്ടിലേക്ക് സന്തോഷത്തോട് കൂടിയിട്ട് അമ്മയെ എന്നുള്ള യമുനെന്നൊക്കെ വിളിച്ച് വരികയാണ്. അന്നേരം അവർ എല്ലാവരും പണിയെടുക്കാൻ കേട്ടോ. യമുന തറ തുടയ്ക്കുന്നുണ്ട്, അടുക്കളയിൽ പാചകം ചെയ്യാണ് ശാരദ, നിളയാണെന്നുണ്ടെങ്കിൽ ഡ്രസ്സൊക്കെ അലക്കാനായിട്ട് കൊണ്ടുപോവുകയാണ്. അപ്പോൾ എന്തിനാടി എൻ്റെ വീട്ടിലിങ്ങനെ കിടന്ന് അലറി വിളിക്കുന്നത്, ഈ വീട്ടിലങ്ങനെ പെണ്ണുങ്ങളെ അലറി വിളിക്കാൻ പാടില്ല എന്നൊക്കെ പറയാണ് കേട്ടോ. നിന്റെ അമ്മയും കൂടപ്പിറപ്പുകളൊക്കെ ഇവിടെ പണികളെടുത്തോണ്ടിരിക്കുക എന്ന് പറയട്ടോ, നിങ്ങളെ ഈ വീട്ടിൽ വളപ്പിന്നും അവരെ പറഞ്ഞയച്ചെന്നാണ് ഞങ്ങൾ കരുതിയെന്ന് പറയട്ടോ. അപ്പോൾ പിന്നെ കുറേ സമയം കഴിഞ്ഞപ്പോഴുണ്ടല്ലോ അടുക്കളയിലേക്ക് തലയെത്തിച്ചിട്ടേ പണികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ എടുത്തോളാം എന്ന് പറഞ്ഞിട്ട് വരുന്നു. അതുകൊണ്ട് ഞാൻ പണികളൊക്കെ എടുക്കാൻ പറഞ്ഞു. പിന്നെ പണികളൊക്കെ എടുത്തു കഴിഞ്ഞ ശേഷം എന്തെങ്കിലും കഴിച്ചിട്ട് രാത്രി മുറ്റത്തേക്ക് തന്നെ ഇറങ്ങി പൊക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്താണ് കേട്ടോ. ഇവിടെ ഇങ്ങനെയൊക്കെ പറ്റുള്ളൂ, ഈ രീതിയിലൊക്കെ ജീവിക്കാനേ ഇവിടെ പറ്റുള്ളൂ എന്നൊക്കെ പറയാണ് കേട്ടോ. അന്നേരം കാവേരി പറയാണ്, അരവിന്ദൻ്റെ മക്കൾക്ക് ഇന്ന് ഈ നിമിഷം തുടങ്ങിയിട്ട് അതിൻ്റെ ആവശ്യമില്ല എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ സുജാത എന്താണ് സംഭവിച്ചതെന്ന് അറിയാണ്ട് ഇങ്ങനെ ആകെ അന്തം വിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നമ്മളെ ശാരദ വരുന്നുണ്ട്, നിളമോളും യമുനയൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ കാവേരി ഇങ്ങനെ പറയണത് കേട്ടിട്ട് ശാരദ ആകെ ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് തുടങ്ങിയിട്ട് ഇവിടെ നിൽക്കണ്ട അമ്മേ, നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോകാം, നമ്മുടെ വീട് തിരിച്ച് കിട്ടിയെന്ന് കാവേരി പറയുന്നത് കേട്ടിട്ട് ശാരദ ആകെ ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ് കേട്ടോ. എന്താ മോളെ നീ പറയുന്നത്, ആ അമ്മേ നമുക്ക് നമ്മുടെ വീട് തിരിച്ച് കിട്ടി, ഇന്ന് നമുക്ക് വീട്ടിലേക്ക് പോകാം എന്ന് പറയുമ്പോഴേക്കും ശാരദ കാവേരി അടുത്തേക്ക് ഓടി വരികയാണ് കേട്ടോ. സത്യമാണോ മോളെ എന്ന് പറയുന്നത്. അപ്പോൾ ആ അമ്മേ നമുക്ക് ഇന്ന് തന്നെ തിരിച്ച് വീട്ടിലേക്ക് പോകാം എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ കാവേരിനെ കെട്ടിപ്പിടിക്കുകയാണ് കേട്ടോ. അതിന് ശേഷം യമുനയൊക്കെ വന്ന് ചോദിക്കുന്നുണ്ട്, സത്യമാണോ അമ്മേ, സത്യമാണോ ചേച്ചി എന്നൊക്കെ ചോദിക്കുമ്പോൾ ആ സത്യമാണെന്ന് പറയട്ടോ. അപ്പോഴേക്കും വിനീതും വരും കേട്ടോ. അപ്പോൾ നമ്മളെ സുജാതയാണെന്നുണ്ടെങ്കിൽ പറയും, ഓ നിങ്ങളെ വർത്താനം കേട്ടാൽ തോന്നുന്നു നിങ്ങളെ ഞാൻ ഇവിടെ നിന്ന് പീഡിപ്പിക്കുകയായിരുന്നല്ലോ എന്ന് പറയും കേട്ടോ. അപ്പോൾ ദേഷ്യത്തോട് കാവേരി ചോദിക്കാൻ പോകുമ്പോഴത്തേനും അവർ പിടിച്ചു നിർത്താണ്. അതിനുശേഷം ശാരദ പറയാണ്, നന്ദി മാത്രമുള്ളൂ സുജാതെ, ഞാനും എൻ്റെ മക്കളും കൂടിയിട്ട് ഇവിടേക്ക് അന്ന് ആ രാത്രി കയറി വന്നപ്പോൾ ഞങ്ങളോട് ഇവിടെ നിന്ന് ഇറങ്ങി പോകാൻ നീ പറഞ്ഞില്ലല്ലോ, അതൊരു വലിയ ഉപകാരം തന്നെയാണ്. അതിന് ശേഷം വിനീതിനോട് പറയണം, മോനെ നീ ഞങ്ങളെ കൈവിടാതെ ഈ വീട്ടിലേക്ക് പിടിച്ചു കൊണ്ടുവന്നില്ലേ, നിന്നോട് തീരാത്ത നന്ദിയുണ്ടെന്ന് പറയാണ് കേട്ടോ. അയ്യോ അമ്മായി അങ്ങനെയൊന്നും പറയല്ലേ, എനിക്ക് അമ്മായിനെ ശരിക്കും നോക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു വിഷമം മാത്രമേ ഉള്ളൂ എന്ന് വിനീതും പറയും കേട്ടോ. അപ്പോൾ ഞാൻ അമ്മാമനെ വിളിച്ചിട്ട് മുത്തശ്ശിനെ വിളിച്ചിട്ട് വരട്ടേന്ന് പറഞ്ഞിട്ട് യമുന പോകും കേട്ടോ. അങ്ങനെ മുത്തശ്ശി വരുമ്പോൾ സുജാത ചോദിക്കുകയാണ്, ഇവർ പോണത് ശരിയാ, കുഴപ്പമില്ല, പക്ഷേ എന്തിനാണ് അമ്മ ഇവരെ കൂടെ പോകുന്നത് എന്ന് പറയും കേട്ടോ. അപ്പോൾ പറയും, നിങ്ങൾ എൻ്റെ അമ്മയല്ലേ. അപ്പോൾ അമ്മ പറയാനിട്ട്, ഞാൻ അരവിന്ദൻ്റെ കുടുംബത്തിൻ്റെ കൂടെ അല്ലേ ഇത്രയും കാലം നിന്നിരുന്നത് എന്ന് ചോദിക്കുകയാണെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനി എൻ്റെ കൂടെ നിൽക്കും എന്ന് പറയും കേട്ടോ. അപ്പോൾ ശാരദ എൻ്റെ ഭാഗ്യമാണ്, മോളല്ലെങ്കിൽ അവൾ എൻ്റെ ജീവനാണെന്നൊക്കെ പറയും.